ഷോപ്പിന് മാത്രം നമുക്ക് ഈ ഗ്രേഡിങ് അല്ലെങ്കിൽ ക്ലീനിങ് ആ ഒരു പ്രോസസ്സ് ഒരിക്കലും വയബിൾ ആവില്ല. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റായി. പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ പാർട്ട്ണർഷിപ്പ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ LLP ഓർ വാട്ട് എവർ. സോ അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഒരു CAനെ അപ്രോച്ച് ചെയ്യുക, അവിടെ നമ്മൾ മുന്നോട്ട് പോവുക, അതായിരിക്കും ഏറ്റവും നല്ലത്. സോ അതൊക്കെ നമ്മൾ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റിയലി സിംപ്ലിഫൈഡ്. ദ ഹോൾ പ്രോസസ് ഇസ് വെരി സിംപ്ലിഫൈഡ്. പഴയ കാലത്ത് എല്ലാ രാജ്യങ്ങളും ഇന്ത്യ കൈയടക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാം? അതെ, സുഗന്ധവ്യഞ്ജനം. സുഗന്ധവ്യഞ്ജനം അന്വേഷിച്ചാണ് പല വിദേശികളും ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. ഇന്നും സുഗന്ധവ്യഞ്ജന ബിസിനസ്സിന് വളരെയേറെ സാധ്യതകളാണുള്ളത്. എങ്ങനെയാണ് ഒരു സുഗന്ധവ്യഞ്ജന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിനാവശ്യമായ മൂലധനം, എവിടെ ആരംഭിക്കണം എന്നിവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന കോഴ്സ് നമ്മളുടെ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ മെന്റർ ശ്രീ വേണുഗോപാൽ നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എനിക്കിപ്പം എൻ്റെ മില്ലറിനെ പറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ. മില്ലറിൻ്റെ ഒരു ഷോപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 36 lakhs ആണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ഈ 36 lakhs നമ്മളുടെ ഫ്രണ്ട് എൻഡ് റീറ്റെയിൽ കൗണ്ടർ വിത്ത് ഈ പൾവറൈസേഴ്സ് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ കൗണ്ടർ ആവശ്യമുള്ള ഓയിൽ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രൈൻഡിങ്, അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇതിന് ഗ്രേഡ് ചെയ്ത് സോർട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഈ ഷോപ്സിലേക്ക് എത്തിക്കുക, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് യു ഹാവ്. ഇപ്പം നമുക്ക് എത്ര വോളിയൂം ചെയ്യണം അതനുസരിച്ചിട്ട്. ഇപ്പോൾ ഒരു ഷോപ്പിന് മാത്രം നമുക്ക് ഈ ഗ്രേഡിങ് അല്ലെങ്കിൽ ക്ലീനിങ് ആ ഒരു പ്രോസസ്സ് ഒരിക്കലും വയബിൾ ആവില്ല. കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ജസ്റ്റിഫൈഡ് ആയിരിക്കില്ല. Unless we have multiple outlets. We started 13 months back. Now we are in the process of like എട്ടാമത്തെ ഔട്ട്ലെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഈ ഒരു വിഷൻ വെച്ച് തന്നെ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ തുടക്കത്തിലെ അതിൽ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈവൻ ദോ വി ഹാവ് കൺസൾട്ടൻസ് ടു directors, but many of the machineries will have to be upgraded like every now and then to meet that specific need of the. That is, it's not that നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്തു, ബട്ട് നമ്മൾ അതിൽ കുറേ ചേഞ്ചസ് ചിലപ്പോൾ വരുത്തേണ്ടി വരും. സോ യു ഷുഡ് ബി റെഡി ഫോർ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഈ അൺഫോർസീൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ പലതും കയറി വരും. ഒരു ജസ്റ്റ് റീറ്റെയിൽ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റായി. വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും. ബട്ട് അഗെയിൻ എനിക്ക് തോന്നുന്നു ഒരു 10 to 15 lakhs ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഔട്ട്ലെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം, ആവശ്യത്തിന് വൃത്തിയുള്ള ഇൻറ്റീരിയേഴ്സ് കൊടുക്കാം ആൻഡ് സോ ഓൺ. അല്ല, ഞങ്ങൾ എല്ലാ ബ്രാഞ്ചിനും 36 lakhs വെച്ച് ഏകദേശം സ്പെൻഡ് ചെയ്തേക്കാണ്. കാരണം എല്ലാ ബ്രാഞ്ചസും എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ലൈക്ക് റൈറ്റ് ഫ്രം ദ ഫ്ലോർ ടൈൽസ് ടു ദ ഇൻറ്റീരിയേഴ്സ് എല്ലാം സെയിം ആണ് എല്ലാ ഷോപ്സിൻ്റെ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കമ്പനി ഫോം ചെയ്യുക. ഇറ്റ് കുഡ് ബി എ പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ എ പാർട്ട്ണർഷിപ്പ് ഓർ എ പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ LLP ഓർ വാട്ട് എവർ. സോ അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഒരു CAനെ അപ്രോച്ച് ചെയ്യുക, അവിടെ അഡ്വൈസിൽ നമ്മൾ മുന്നോട്ട് പോവുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൻ്റെ ഒരു പ്രീ കൺസെൻറ്റ് ഫ്രം ദ പൊല്യൂഷൻ ബോർഡ് എടുക്കണം. അവിടെ കൺസെൻറ്റ് കിട്ടിയിട്ട് വേണം നമ്മൾ അടുത്ത ഇതിലേക്ക് പോകാൻ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലാണെങ്കിൽ നമുക്ക് K-Swift എടുത്തിട്ട് നമുക്ക് ഈ കോർപ്പറേഷൻ ലൈസൻസും ഇതൊക്കെ നമുക്കൊരു 3 yearsനുള്ളിൽ നമുക്ക് എടുത്താൽ മതിയാവും. 3 yearsനുള്ളിൽ എടുത്താൽ. പിന്നെയുള്ള നമുക്ക് സെയിൽ ചെയ്യാൻ GST. പിന്നെ പറഞ്ഞ ഉദയം നമ്മളെ MSME, അത് വളരെ ഒരു അത്യാവശ്യം ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ടു ടേക്ക്, ക്യാൻ ബി ഡൺ ഓൺലൈൻ. ആൻഡ് അവിടെ നല്ല ഇഷ്ടംപോലെ സപ്പോർട്ട്സ് ഉണ്ട്. ആസ് എ ടോൾഡ് യു ബിഫോർ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇലക്ട്രിസിറ്റിയുടെ ടാരിഫ് തന്നെ വളരെ കുറവാണ്. പല രജിസ്ട്രേഷൻസും നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ ചെയ്ത്
പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒന്നും സ്കിപ്പ് ചെയ്യാതെ Skip അതെല്ലാം ചെയ്യാതെ. ചെയ്യുന്നതായിരിക്കും നല്ലത്. സുഗന്ധവ്യഞ്ജന ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലോൺ, ഇൻവെസ്റ്റ്മെന്റ് എന്നിവ അടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഇത് മാത്രം അറിഞ്ഞാൽ മതിയോ? ഇത് വെച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ ഇത് മാത്രം അറിഞ്ഞാൽ പോരാ. നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നമ്മളുടെ ബിസിനസ് ആരംഭിക്കേണ്ടതെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ലൈസൻസ് ആവശ്യമുണ്ട്. ഇതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയ വിവരങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ബേസിക്കലി നമ്മൾ എവിടെ നിന്ന് ഫണ്ടിങ് കൊണ്ടുവന്നു, നമ്മൾ ഒറ്റയ്ക്കാണോ, അത് നമ്മൾ കൂടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടോ, പാർട്ട്ണർഷിപ്പാണ്, കമ്പനി ആയിട്ടാണോ ഫോം ചെയ്യണത്, ദാറ്റ് ഈസ് അപ് ടു ആൻ ഇൻഡിവിജ്വൽ ആസ് ടു ഹൗ. പിന്നെ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡോ അങ്ങനെ ദർ ഇസ് ചെയ്യാനുള്ള ബെനിഫിറ്റ്സ് അത്രേ ഉള്ളൂ. GST രജിസ്ട്രേഷൻസിനൊന്നും വലിയ ചിലവില്ല, നോമിനൽ ഗവൺമെൻറ് ഫീസേ ഉള്ളൂ, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലൈൻ. വളരെ സിമ്പിളായ ഒരു ദേ ഹാവ് റിയലി സിംപ്ലിഫൈഡ് ഇറ്റ്. ദ ഹോൾ പ്രോസസ് ഇസ് വെരി സിംപ്ലിഫൈഡ്. GST എടുക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലതാണ്. As one, you are being recognized by the government. Two, അത് നമ്മളുടെ ഫ്യൂച്ചറിലെ എക്സ്പാൻഷന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ബാങ്കിലും കൊടുക്കാൻ ഇറ്റ് ഈസ് വെരി, നമ്മളെ എത്രത്തോളം ക്വാണ്ടിഫൈ ചെയ്യുക, നമ്മൾ എത്ര വോള്യൂം ചെയ്തിട്ടുണ്ടെന്ന് ഒരു ക്വാണ്ടിഫൈ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യണം. പിന്നെ മൂന്ന്, നമ്മൾ കൊടുക്കുന്ന ടാക്സ് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഫ്ലോ, അൺലെസ് ഇത് രണ്ടും അറ്റ് പാർ അല്ലാന്ന് വന്നാൽ മാത്രമല്ലേ നമ്മൾ ടാക്സ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പർച്ചേസിന് ടാക്സ് നമ്മൾ കൊടുക്കണം, നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഓഫ്സെറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എനി ഫുഡ് പ്രൊഡക്ട്സ് FFSI is a mandatory license which is to be taken. And again, ഇത് എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ തന്നെ പോയിട്ട് ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് പോവുകയും ചെയ്യാം. ഇതൊന്നും ഒരു കോസ്റ്റ് ബെയറിംഗ് ലൈസൻസസ് അല്ല, ദർ ഇസ് വളരെ നോമിനലായ ചാർജസേ ഉള്ളൂ. അതുപോലെ കോംപ്ലിക്കേറ്റഡ് അല്ല അല്ല, പ്രൊസീജിയേഴ്സ്. ഒട്ടുമല്ല. ഓക്കെ. പിന്നെ വെൻ യു സ്കെയിൽ അപ്പ് വി നീഡ് അതർ സർട്ടിഫിക്കേഷൻസ് ടു അസർട്ടൻ ദർ ഇസ്, നമ്മൾ ഒരു കസ്റ്റമറിൻ്റെ അടുത്തേക്ക് നമ്മൾ ക്വാളിറ്റി ഉണ്ട്, ലൈക്ക് യു കുഡ് ഹാവ് BIS or you could have a ISO certification. But as a startup, അത് ഇനീഷ്യലി if it's in a small level, ഇനീഷ്യലി വേണ്ട, ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഡെഫിനറ്റ്ലി നമ്മൾ തുടക്കത്തിൽ എടുത്തു വയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. ഇൻഫാക്ട് നമ്മളിത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രപ്പോസ് ചെയ്യാം നമ്മുടെ ട്രേഡ് മാർക്ക്. that will basically safeguard you in future when you scale up and somebody else cannot stake a claim to it. അത് നമ്മളുടെ ബേബിയാണ്, അത് നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഓക്കെ. സോ ട്രേഡ് മാർക്ക് നമ്മൾ ഇനീഷ്യലി എടുത്തു പോകണതാണ് ഏറ്റവും നല്ലത്. മറ്റേ ഗവൺമെന്റ് ലൈസൻസിങ് ഒക്കെ വളരെ ഇതാണ്. ബട്ട് ട്രേഡ് മാർക്കിന് അഗൈൻ വി ക്യാൻ ഡു ഇറ്റ് ourselves, ബട്ട് ഇറ്റ്സ് പ്രിഫറബിൾ വി ഗോ ത്രൂ എ ട്രേഡ് മാർക്ക് അറ്റോർണി. കാരണം അതിൻ്റെ ആ ലീഗൽ സൈഡും എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇത് ചെയ്യാൻ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗോ ത്രൂ എ ട്രേഡ് മാർക്ക് അറ്റോർണി, വിച്ച് അഗെയിൻ ഈ ട്രേഡ് മാർക്ക് അറ്റോർണീസ് അല്ലെങ്കിൽ ഇവർ കമ്പനീസ് ഇൻവോൾവ് ആകുമ്പോൾ യെസ് ഒരു കുറച്ച് എക്സ്പെൻസ് കയറി വരും. അല്ല, ഇത് മാൻഡറ്ററി അല്ല, BIS ആയാലും ISO ആയാലും മാൻഡറ്ററി അല്ല. ബട്ട് നമ്മളുടെ ആ ക്വാളിറ്റി ഇത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവര് ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലേ, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ BIS-ഉം ISO എടുക്കുന്നത്. ബട്ട് യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. ബട്ട് ആസ് എ സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരില്ല എന്ന് എൻ്റെ വിശ്വാസം. കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അപ്രൂവൽസ് വേണം. ബട്ട് അഗൈൻ അതിന്റെ പ്രൊസീജിയേഴ്സ് കൂടി പറയാം. അതാ ഞാൻ പറഞ്ഞ ആ കേസ് 5 ഒരു ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ലൈസൻസസ് നമ്മൾ 3 വർഷത്തിനുള്ളിൽ എടുത്താൽ മതി. പൊല്യൂഷൻ മാത്രം ഇതിൻ്റെ കൂടെ നമ്മൾ തുടങ്ങുന്ന മുമ്പ് തന്നെ കൺസെന്റ് എടുത്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദ ഹോൾ സെനാറിയോ. നമ്മൾ ഈ ലൈസൻസ് എല്ലാം അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ് പ്ലാൻ എന്തോ സബ്മിറ്റ് ചെയ്യണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുന്നോ നമുക്ക്? ബിസിനസ് പ്ലാൻസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട്സ് ബേസിക്കലി നമ്മളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യണം ഫണ്ടിങ്ങിന്. ഡെഫിനറ്റ്ലി ദേ വിൽ കോൾ ഇൻ ഫോർ ഓൾ ദീസ് പ്രൊജക്ട് റിപ്പോർട്ട്സ് പ്രൊജക്ഷൻസ്. അതൊക്കെ അത്യാവശ്യമാണ്. ബട്ട്
ഈവൻ അതർവൈസ് ഫണ്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടു ഹാവ് എ ക്ലിയർ പിക്ചർ ആസ് ടു വേ വി സ്റ്റാൻഡ് ആൻഡ് വാട്ട് വി ആർ സപ്പോസ് ടു ഡു ഇൻ ദ ഫ്യൂച്ചർ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കി നമ്മൾ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ ദാറ്റ് വി അറ്റ്ലീസ്റ്റ് ഹാവ് എ ബെഞ്ച് മാർക്ക് വെരിൻ വി ക്യാൻ അസർട്ടൈൻ നമ്മൾ എത്രത്തോളം എഫിഷ്യൻസിയിൽ നമ്മൾ ആക്ച്വലി പ്രാക്ടീസിൽ വരുത്തി. ബിസിനസ് പ്ലാനിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വേണ്ടി വരും അല്ലേ? എല്ലാ കാര്യങ്ങളും വേണ്ടി വരും. ബട്ട് മോർ ദൻ എനിത്തിങ് നമ്മൾ അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ സൈഡ് വിച്ച് ആർ ദ ടു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എനി ബിസിനസ്. അത് നമ്മൾ എത്രത്തോളം എഫക്റ്റീവ് ആക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനാണ് നമ്മൾ ഒരു ക്ലിയർ കട്ട് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം ആസ് ടു ഹൗ വി പ്രപ്പോസ് ഡൂയിങ് അവർ മാർക്കറ്റിംഗ് ഓർ ഹൗ വി പ്രപ്പോസ് ടു ഫണ്ട് അല്ലെങ്കിൽ സ്കെയിൽ അപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് എങ്ങനെ വരുന്നു, ക്രെഡിറ്റ് എത്ര പോകണു അല്ലെങ്കിൽ വരുന്നു. സോ ടു കീപ് എവറിത്തിങ് ഇൻ ചെക്ക്, യെസ് എ ബിസിനസ് പ്ലാൻ ഇസ് കോൾഡ് ഫോർ. അവരുടെ ഇൻസ്പെക്ഷൻസ് ഉണ്ട്. അവർ നമ്മളെ മെഷീനറീസ് ഇൻസ്പെക്ട് ചെയ്യും. ഓക്കെ. എന്നിട്ടാണ് അവർ നമുക്ക് അത് കുറച്ച് ടൈം എടുക്കണ ഒരു ലൈസൻസാണ്. അധികമില്ല, ബട്ട് എന്നാലും കാരണം നമ്മൾ അവരുടെ നോംസ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ അത് അവർ നോക്കും. ആൻഡ് അതുപോലെ ഈ KCBയുടെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഇൻസ്പെക്ഷൻ ഉണ്ടാവും ടു ചെക്ക് നമ്മുടെ വയറിങ് കറക്റ്റ് ആണോ ഇതാണോ ബിഫോർ ദേ give you that LT4 connection or whatever. Irrespective of the composition of the business, that is proprietorship or private limited or whatever, ഒരു ഏത് ബിസിനസ്സിനും ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കണം. You need people to whom you can assign the job and you need people to counter check them. സോ എസ്പെഷ്യലി ഫുഡ് റീറ്റെയിലിങ്ങിൽ റൈറ്റ് ഫ്രം ദ പ്രൊഡക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഫ്ലോറിൽ ഒരാളുണ്ടാവണം. അവരുടെ ഫൈനാൻഷ്യൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ചെക്ക് ചെയ്യാൻ സ്റ്റോർ കീപ്പർ വേണം. ദെൻ യു നീഡ് എ അക്കൗണ്ടിങ് ടീം. ദെൻ യു നീഡ് എ മാർക്കറ്റിംഗ് ടീം. Then you need a general manager or somebody who is taking care of all the scenario, and then again you have the management people, that is investors who are there. സുഗന്ധവ്യഞ്ജന ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലോൺ, ഇൻവെസ്റ്റ്മെന്റ്, ലൈസൻസ്, എവിടെ തുടങ്ങാം, എങ്ങനെ തുടങ്ങാം എന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു. ഇത് പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത്തരത്തിലുള്ള കോഴ്സ് വീഡിയോസ് നമ്മുടെ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ ചെയ്യൂ. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.